നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഇതൊരു അറബി കഥയാണ് കേട്ടോ. അറബി നാട്ടിൽ കഥ. താടി വരുത്തിയ വീന. അതാണ് താടി. പുരുഷന്മാർക്ക് താടിയും മീശയൊക്കെ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഒരു യുവാവിൻ്റെ താടി, വളർന്നു വന്ന താടി അയാൾക്ക് ഉണ്ടാക്കിയ ഒരു ദുരിതം, കഷ്ടതയാണ്. അതേപ്പറ്റിയാണ് ഈ കഥയിൽ പരാമർശിക്കുന്നത്. താടി വരുത്തിയ വീന. ഇത് അറബി കഥയാണെന്ന് പറഞ്ഞൊരു അറബി നാട്ടിൽ ബസറ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് കേട്ടോ. ആ രാജ്യത്ത് നല്ലൊരു ചിത്രകാരനുണ്ടായിരുന്നു. അദ്ദേഹം ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അത് ധാരാളം ഒരു പ്രദർശനത്തിന് വയ്ക്കും. അയാളുടെ വീടിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വരയ്ക്കണ ചിത്രങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കും. അതങ്ങനെ അവിടെ ഇരുന്ന് ഉണങ്ങി വരുമ്പോഴേക്കും അതുവഴി വരുന്നവരൊക്കെ ചിത്രം കാണും, തിരിച്ച് അതൊക്കെ പണം കൊടുത്ത് വാങ്ങും. അങ്ങനെയാണ് അയാൾ ജീവിച്ചിരുന്നത് തന്നെ. ചിത്രം വരച്ച് അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് കുടുംബം നോക്കിയിരുന്നത്. അയാൾക്ക് ഒരു മകനുണ്ട്. ആ മകൻ്റെ പേരാണ് അബൂബക്കർ, അമ്മ പാത്തുമ്മ. ഈ പാത്തുമ്മയും അബൂബക്കറും ഈ ചിത്രകാരനും കൂടി ആ കുടുംബം അങ്ങനെ സന്തുഷ്ടമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ കാലമായി. മകന് പ്രായമായിട്ടോ, നല്ലൊരു യുവാവായി. ഒരു വിധത്തിൽ വളരെ സ്നേഹത്തോടെ അച്ഛനും അമ്മയും അവനെ ലാളിച്ച് വളർത്തി. അവൻ ആ ലാളനെയൊക്കെ ഏറ്റവും സുഖമായിട്ട് അങ്ങോട്ട് ജീവിച്ചു. സ്വന്തമായിട്ട് അധ്വാനിക്കാനോ ഒരു ജോലിയോട്ട് ചെയ്യാൻ അറിയേയില്ല. ഇവരെത്ര നിർബന്ധിച്ചാലും അവനോട്ട് ചെയ്യേയില്ല. ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. അങ്ങനെ ഇരിക്കെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ചിത്രകാരന് പ്രായമായി. വാർദ്ധക്യ സഹജമായ അസുഖം വന്ന് അദ്ദേഹം ഒരു ദിവസം കൂടെ മരിച്ചു. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ വരുമാനം നിന്നില്ലേ കുടുംബത്തിൻ്റെ. പിന്നെ ആര് ചിത്രം വരയ്ക്കണു? ഈ മകന് വല്ല ചിത്രപ്പണി അറിയോ? ഒരു അറിയില്ല. കുറേ ദിവസം ഇങ്ങനെ കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തിട്ട് വീണ്ടും അമ്മ അങ്ങനെ സാധനങ്ങൾ മേടിക്കും. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, സുഖമായിട്ട് ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞ് പുറത്തൊക്കെ ഇറങ്ങി ചുറ്റിക്കറങ്ങി നടക്കും, തിരിച്ചു വരും, വീണ്ടും ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ഇങ്ങനെ സുഖമായ ജീവിതം അബൂബക്കർ കുറേ ദിവസം നയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എടാ ഇങ്ങനെയായാൽ പറ്റില്ല കേട്ടോ. നിൻ്റെ അച്ഛൻ മരിച്ച, പിതാവ് മരിച്ചു പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? നമുക്ക് ഒരു വരുമാനമില്ല. എന്താ നമുക്കൊരു വരുമാനമുണ്ട്? നീ എന്തെങ്കിലും ജോലി കണ്ടെത്തി പിടിക്കണം കേട്ടോ. ജോലി ചെയ്തിട്ട് വേണം എനിക്കും കഴിയണം, നിനക്കും കഴിയണം. കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ, ഞാൻ എന്ത് ജോലി ചെയ്യുക? എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും അറിയില്ലല്ലോ എൻ്റെ പിതാവിനെ പോലെ. ചിത്രം വരയ്ക്കാൻ അറിയില്ലെങ്കിൽ വേണ്ട. ചിത്രം വരയ്ക്കണതിന് ഒരു പ്രത്യേക കഴിവ് വേണം, അവർക്ക് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ മറ്റ് ജോലികൾ ചെയ്ത് നീ എന്തെങ്കിലും പണം സമ്പാദിക്കേ, അല്ലാതെ എങ്ങനെ നമുക്ക് ജീവിക്കണ്ടേ കുട്ടി എന്നൊക്കെ അമ്മ നല്ലതുപോലെ പറഞ്ഞു. അതുപോലെ നല്ലോണം ഇങ്ങോട്ടും പറയണതല്ലാതെ കണ്ട് ഈ കുട്ടി ഒരു ജോലിക്ക് പോയില്ല. പിന്നെയും പറയാം, പണം കഴിയാറായിട്ടോ മോനെ, നീ എന്തെങ്കിലും ജോലി തേടിപ്പോ, എന്തെങ്കിലും ജോലി കണ്ടെത്തി പിടിക്കുക, നമുക്ക് ജീവിക്കണ്ടേ, വീട് കഴിയണ്ടേ എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി, ഞാനിന്ന് പോയി നോക്കാൻ പറഞ്ഞു. പല ദിക്കിലും പോയി നോക്കി. നിനക്ക് ചിത്രം വരയ്ക്കാൻ കഴിവില്ലെങ്കിൽ വേണ്ട. ചിലർക്ക് ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടാവും, ചിലർക്ക് പാട്ട് പാടാനുണ്ടാവും, വേറെ ചിലർക്ക് ചെണ്ട കൊട്ടാനുണ്ടാവും. അങ്ങനെ പലർക്കും പല കഴിവാണ്. നിനക്കുണ്ടൊരു കഴിവ്, അതെന്ത് കഴിവാണെന്ന് നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. ഞാനെങ്ങനെ കണ്ടുപിടിക്കണം? എനിക്കിതുവരെ ഒന്നും മനസ്സിലായിട്ടില്ല. ഒരു കഴിവില്ല എനിക്ക്. അങ്ങനെയായാൽ പറ്റില്ല. എന്നാൽ ശരി, പോയി ഒരു ആശാനെ, കുട്ടികളെയൊക്കെ പഠിപ്പിക്കണ ഒരു ഗുരുവുണ്ട് അവിടെ, അദ്ദേഹത്തിനെ ആശാനെ വിളിക്കണേ. ആശാൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, ആശാനെ എനിക്ക് എന്ത് കഴിവുള്ളത്? അങ്ങൊന്ന് നോക്കി പറയൂ, എനിക്ക് എന്താ കഴിവുള്ളത്? എൻ്റെ പിതാവ് ഒരു ചിത്രകാരനായിരുന്നു. അമ്മയ്ക്ക് വീട്ടു ജോലിയൊക്കെ എടുക്കാൻ അറിയാമല്ലോ, അമ്മയ്ക്കും ഇല്ല വേറെ കഴിവ്. എനിക്കെന്ത് കഴിവുള്ളതെന്ന് പറയും. അതനുസരിച്ച് വേണം ഞങ്ങൾക്ക് ജീവിക്കാൻ. ആ കഴിവ് അനുസരിച്ചിട്ട് വേണം. അപ്പോൾ ആശാൻ പറഞ്ഞു, നിൻ്റെ കഴിവെന്താണെന്ന് നീ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഞാനല്ല. എനിക്കറിയില്ല, നീ കണ്ടുപിടിക്കണത്. അയ്യോ, ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? വലിയൊരു കഷ്ടമായല്ലോ എന്ന് വേറെ ഒരു ഗുരുവിനെ ചെന്നുണ്ട്. ഗുരുവിനോട് പറഞ്ഞു, ഗുരു പറഞ്ഞു, നിൻ്റെ കഴിവ് നീ എന്നെ കണ്ട് മനസ്സിലാക്കണം, നീ തന്നെ മനസ്സിലാക്കണം. ആ കഴിവനുസരിച്ച് നീ എന്നെ ജോലി ചെയ്ത് ജീവിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോഴും പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ് ഇയാൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു വീട്ടിലേക്ക് ദിവസമില്ല. അമ്മ നിർവർത്തിയില്ലാണ്ട് പറഞ്ഞു, ഇനി ഇവിടെ ഒരു പണമില്ല, ഉള്ള കാര്യം പറഞ്ഞേക്കാം, നീ എന്തെങ്കിലും കൊണ്ടുവന്നാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ജോലി തേടി ഇയാൾ വെറുതെ ഇരുന്ന് നോക്കി. കുറച്ച് ദിവസം, 2 ദിവസം കൂടി ഇരുന്ന് നോക്കി. അമ്മ ഭക്ഷണം തരണില്ല, അവിടെ ഇല്ല ഭക്ഷണം. പിന്നെ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഭക്ഷണം കഴിക്കണേ? എന്നാൽ ശരി, ജോലി തേടി പോവാം എന്ന് കരുതി പോയി. ഇയാൾക്ക് എങ്ങനെ ജോലിയൊന്നും കിട്ടാനില്ല, ഒരു ജോലിയും ചെയ്യാറില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകെ നിരാശനായി. ഇയാളുടെ താടിയും രോമൊക്കെ വളർന്നു.
എപ്പോഴും ഇങ്ങനെ താടി തടവും. അങ്ങനെ താടി തടവിക്കൊണ്ടിരുന്നപ്പോൾ അബൂബക്കറിനൊരു സൂത്രം തോന്നി, ഞാൻ ഈ താടി ഇങ്ങോട്ട് വളർത്തിയാലോ, വെട്ടിക്കളയില്ല, ഇനി താടി മീശയൊക്കെ അങ്ങോട്ട് വളരട്ടെ, തലമുടിയൊക്കെ അങ്ങോട്ട് വളരട്ടെ, അതാവും ചിലപ്പോൾ എൻ്റെ കഴിവ്, എനിക്കുള്ള കഴിവ് അതാവും, നീളമുള്ള താടി നീളമുള്ള മീശയൊക്കെ ഉള്ള ആളാവും ഞാൻ. അതേപോലെ തന്നെ സംഭവിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ തലമുടിയും വളർന്നു, താടിയും വളർന്നു, മീശയും വളർന്നു. അങ്ങനെയായി കഴിഞ്ഞ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഇത് ഇയാളെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇയാളുടെ താടി മീശയൊക്കെ കണ്ടില്ലേ, എവിടെയുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ ബസ്രയിലെ ഒരു ആ ചിത്രകാരൻ്റെ മകനാണ്. അപ്പോൾ എനിക്ക് ചിത്രം വരച്ചില്ല, എനിക്ക് ചിത്രം വരയ്ക്കാനൊന്നും ഒരു കഴിവില്ല, എനിക്കറിയില്ല. അങ്ങനെ ഈ താടി പിഴിഞ്ഞ് പിടിയിരുന്ന പറ്റില്ല, ചന്തയിലേക്ക് പോവാം എന്ന് കരുതി ചന്തയിലേക്ക് പോയി. നീണ്ട താടിയും നീണ്ട തലമുടിയും നീളത്തിൽ കിടക്കണം, ഞാൻ കിടക്കണം മീശയൊക്കെ ആയിട്ട് ചന്തയിലേക്ക് പോയി. ചന്തയിൽ പോയി ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇയാളെ കണ്ട് അത്ഭുതപ്പെടുക, ഇതെന്തൊരു മനുഷ്യൻ, എന്തൊരു താടി, ഇയാൾക്ക് എന്തൊരു നീളമുള്ള താടിയാണ്, എന്തൊരു നീളമുള്ള തലമുടിയാണ്, എന്താ ഇയാളിങ്ങനെ താടി മീശയൊക്കെ വളർത്തിക്കൊണ്ട് കിടക്കണേ, എടോ ഇത് തനിക്കിതൊക്കെ വെട്ടിക്കളഞ്ഞോടെ എന്ന് ചോദിച്ചു. ഞാൻ വെട്ടിക്കളയണമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നോക്കി അപ്പോൾ ആ ചന്തയിൽ ഒരു തരം മരുന്ന് വിൽക്കണ ഒരാൾ, ഒരു കച്ചവടക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മരുന്ന് കച്ചവടക്കാരന് ഇയാളെ കണ്ടു. ഇയാളെ കണ്ടു കഴിഞ്ഞ വഴിക്ക് ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി അങ്ങനെ നിൽക്കണ സമയത്ത് ഇയാളുടെ അടുത്ത് ചെയ്തിട്ട് ഒന്ന് ഇനി പാടും എന്നും പറഞ്ഞു. ഈ തടിക്കാരൻ അബൂബക്കർ അങ്ങോട്ട് പിന്നാലെ ചെന്ന് ഇത്തിരി ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വന്ന വഴിക്ക് എത്തിയിരുന്നു. ഈ മരുന്ന് കച്ചവടക്കാരൻ വേഗം അയാളുടെ തലയിൽ കെട്ടിയിരുന്ന തുണിയൊക്കെ എടുത്ത് ഈ അബൂബക്കറിൻ്റെ വായിക്കകത്തേക്ക് അങ്ങോട്ട് തള്ളി കയറ്റി. ഇയാൾക്കും മിണ്ടാൻ പറ്റില്ല, കരയാൻ പറ്റില്ല. അതിന് മുമ്പേക്ക് കയ്യും കാലും ഒക്കെ പിടിച്ച് കെട്ടി ഒരിടത്ത് അങ്ങോട്ട് ഇരുത്തി ഒരു മരത്തുമ്മ ചേർത്ത് കെട്ടി അവിടെ വെച്ച് വായിക്കകത്ത് തുണി വെച്ചിട്ടുണ്ട്. ഈ ചുണ്ട് ഇയാൾ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലങ്ങും വിലങ്ങും വായിക്കകത്തുനിന്ന് മിണ്ടാതിരിക്കാൻ വേണ്ടി നെടുകെ തുണി എടുത്ത് കളഞ്ഞ വഴിക്കൊരു പ്ലാസ്റ്റർ അങ്ങ് പൊട്ടിച്ചു, കൈ പിടിച്ച് പുറകിലേക്ക് കെട്ടി. ഇയാൾക്ക് കൈയെടുത്തിട്ട് ഈ ഇത് പറിച്ച് കളയണമെന്ന് വിചാരമുണ്ട്. പക്ഷെ എന്താ കാര്യം വിചാരിച്ചിട്ട് കൈ കെട്ടിയിട്ടേക്കല്ലേ, പിന്നെ അത് പറിക്കാൻ പറ്റുമോ? ചുണ്ടുകൾ രണ്ടും കൂടി ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കണ പ്ലാസ്റ്റർ പറിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഒത്ത ശബ്ദം ഉണ്ടാക്കിയ കച്ചവടക്കാരൻ, മരുന്ന് കച്ചവടക്കാരൻ, എല്ലാവരും വരൂ, ഇവിടെ വരൂ, നിങ്ങൾക്കൊരു കാര്യം കാണണോ, ഇതാ ഞാൻ വെറുതെ പറയുന്നതല്ല, ഒന്നിങ്ങ് വരൂ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ആളൊക്കനെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ വന്നു, കുറച്ച് ആൾക്കാരൊക്കെ ആയി. ഇനിയിപ്പോൾ പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കാനുള്ള ആൾക്കാരായി. ഇന്ന് കണ്ടൊഴുകി മരുന്ന് കച്ചവടക്കാരൻ പറയാണ്, എൻ്റെ കയ്യിൽ താടിയും മുടിയും വളരുന്ന മെഷിയൊക്കെ വളരുന്ന മരുന്നുണ്ട്. ആ മരുന്ന് കഴിച്ച് ഇതാ കണ്ടോ, എൻ്റെ ഒരു മരുന്ന് ഉപയോഗിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ തലമുടി കണ്ടോ, ഇദ്ദേഹത്തിൻ്റെ താടിമീശ കണ്ടോ, എത്ര നീളമാണ്. ഇതെല്ലാം എൻ്റെ മരുന്ന് കഴിച്ചിട്ട് ആണ് ഇയാൾക്ക് ഇങ്ങനെ സംഭവിച്ചത്. വരുവിൻ, വാങ്ങുവിൻ, നിങ്ങൾക്ക് താടിമീശയൊക്കെ വളരണ്ടേ, നിങ്ങൾക്ക് വേഗത്തിൽ വളരണ്ടേ, എൻ്റെ മരുന്ന് ഏറ്റവും ഉത്തമ ഔഷധമാണ് എന്ന് പറഞ്ഞ് ഈ മരുന്നിനെ പറ്റി അങ്ങോട്ട് പ്രകീർത്തിച്ച് പറഞ്ഞു. അതിനൊരു ഉദാഹരണമായിട്ട് മരുന്ന് കഴിച്ച് ഫലമുണ്ടായതാണ് ഈ അബൂബക്കറിനെ കാണിച്ചു കൊടുത്തിട്ട് വന്നു. അയാളുടെ നീളമുള്ള താടിക്ക് കാരണം എൻ്റെ മരുന്ന് ഉപയോഗിച്ചതാണ്, നീളമുള്ള തലമുടിക്ക് കാരണം എൻ്റെ മരുന്ന് ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് വരുവിൻ, വാങ്ങുവിൻ, നീളമുള്ള മുടി ഉണ്ടാകട്ടെ, നീളമുള്ള താടി ഉണ്ടാകട്ടെ എന്നൊക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് തോന്നി ശരിയായിരിക്കുമോ, ചിലപ്പോൾ ശരിയാവൂല്ലേ, ഇയാൾക്ക് താടിയുണ്ടല്ലോ, ഇയാൾക്ക് നീളമുള്ള മുടിയുണ്ടല്ലോ, അയാളുടെ മീശയിട്ടല്ലേ, എന്ത് വലിയ ഇതാ, അവർ മാത്രം മരുന്ന് മേടിച്ചേക്കാം. അങ്ങനെ തോന്നി. എന്തിനു പറയണു, കച്ചവടം അന്ന് പൊട്ടിച്ചു. കച്ചവടം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബൂബക്കറിനെ അഴിച്ചു വിട്ടാലോ എന്ന് വിചാരിച്ചു ഇയാൾ. അബൂബക്കറിനെ അഴിച്ചു വിട്ട പക്ഷെ ഒരു കാര്യമല്ലേ, ഇയാൾ ഓടിപ്പോയാലോ, തനിക്ക് നാളെയും കച്ചവടം നന്നാവണ്ടേ. അപ്പം എന്ത് ചെയ്യണം, ഇവനെ ഇങ്ങനെ കെട്ടിയിട്ട് സൂക്ഷിക്കുക തന്നെ വേണം. അപ്പം ഇയാൾ ഇങ്ങനെ കിടന്ന് പുറത്തിട്ട് മൂത്രമൊഴിക്കാൻ പോകണം എന്നുള്ള ആംഗ്യം കാണിച്ചൊടിക്കും. അപ്പോൾ തോന്നുന്നു ശരി, പാവം പോയി മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ, മിണ്ടില്ലല്ലോ, ഇങ്ങനെ ഒട്ടിച്ചേക്കല്ലേ, പ്ലാസ്റ്റർ ഒട്ടിച്ചേക്കല്ലേ. ഉടൻ നല്ല കൈ കെട്ടിയിരിക്കുന്നത് അഴിച്ചു.
അഴിച്ച് കിട്ടി കയ്യും കാലും അങ്ങോട്ട് സ്വതന്ത്രമായി കഴിഞ്ഞ വഴിക്ക് അബൂബക്കർ പൊട്ടത്താനൊരൊറ്റ ഓട്ടം. ഓടിയെടുത്ത് പോയടുത്ത് പുല്ലില്ല, ഓട്ടം വിട്ട് ഓടി തൻ്റെ നാട്ടിൽ ചെന്നു. മറ്റുള്ളവരുടെ കൃഷിയിടങ്ങളിലൊക്കെ തൂമ്പ പിടിച്ച് കളിക്കുന്ന, വെള്ളം തിരിക്കുന്ന കൃഷിപ്പണി ചെയ്തിട്ട് അയാളുടെ അമ്മയെ സംരക്ഷിച്ച് കുടുംബം നോക്കാനായിട്ട് തുടങ്ങി. ഇതാണ് ഇന്നത്തെ കഥ. അതായത് താടി വരുത്തിയ വിന. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.